Network News is brought to you in association with Malabar Gold and Diamonds. Celebrate the beauty of life. Manohar Jewellery's Jewel House, Jewel Junction, Payyanur. Arabian Jewelers, Payyanur and Trikkaripur. Kalarakal's Gold Park, Payyanur. White House, National Highway, Cheruvattur and Chullikara. Payyanur Rural Bank. വിശ്വാസ്യതയുടെ സേവനത്തിന്റെ 70 വർഷങ്ങൾ. നമസ്കാരം, നെറ്റ്വർക്ക് വാർത്താ നേരത്തിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകളിലേക്ക്. ചിറ്റാരിക്കാൽ കുന്നുംകൈ പുങ്ങോടിൽ വൻ കഞ്ചാവ് വേട്ട. ഇന്നോവ കാറിൽ കടത്തുകയായിരുന്ന 112 കിലോ കഞ്ചാവാണ് പിടികൂടിയത്. മലയോരത്ത് കഞ്ചാവ് വിൽപ്പന വ്യാപകമാണെന്ന് ഉറപ്പിക്കുന്നതാണ് സമീപകാല സംഭവങ്ങൾ. KPCC പ്രസിഡന്റ് മുല്ലപ്പള്ളി രാമചന്ദ്രൻ നയിക്കുന്ന ജനമഹായാത്രയ്ക്ക് തുടക്കമായി. കോൺഗ്രസിനെ തകർക്കണമെന്ന് ഒരേ ലക്ഷ്യവുമായി പ്രവർത്തിക്കുന്ന നരേന്ദ്രമോദിക്കും പിണറായി വിജയനുമുള്ള തിരിച്ചടിയാകണം വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പെന്ന് യാത്ര ഉദ്ഘാടനം ചെയ്തുകൊണ്ട് AK ആന്റണി. ഇന്ത്യയിലല്ലാതെ മറ്റൊരു രാജ്യത്തും തങ്ങളുടെ രാഷ്ട്രപിതാവിന്റെ കൊലപാതകം പുനരാവിഷ്കരിക്കപ്പെടില്ലെന്ന് KEN കുഞ്ഞഹമ്മദ്. പുസ്തകരൂപത്തിൽ നിർമ്മിച്ച് ശ്രദ്ധ നേടിയ കാരയിൽ ലാൽ ബഹദൂർ വായനശാല ആൻഡ് ഗ്രന്ഥാലയം സാഹിത്യകാരൻ N പ്രഭാകരൻ നാടിന് സമർപ്പിച്ചു. ചരിത്രം തിരുത്തിയെഴുതാനും സാമൂഹ്യ വിപത്തായി തീർന്നിരിക്കുന്ന പ്ലാസ്റ്റിക്കിനെതിരെയും ബദൽ മാർഗം തെളിയിക്കാൻ ശ്രമിക്കുകയാണ് കൊടക്കാട് സുന്ദരനഗറിലെ ജൈവിക ഗ്രോബാഗ് നിർമ്മാണ യൂണിറ്റ്. വിശദമായ വാർത്തകളിലേക്ക്. ചിറ്റാരിക്കാൽ കുന്നുംകൈ പുങ്ങോടിൽ വൻ കഞ്ചാവ് വേട്ട. ഇന്നോവ കാറിൽ കടത്തുകയായിരുന്ന 112 കിലോ കഞ്ചാവാണ് പിടികൂടിയത്. കുന്നുംകൈ സ്വദേശി നൌഫലിനെയാണ് കാസർഗോഡ് SBയുടെ ആന്റി ഡ്രഗ് സ്ക്വാഡും ചിറ്റാരിക്കൽ പോലീസും ചേർന്ന് പിടികൂടിയത്. ഇയാളെ കാസർഗോഡ് കോടതിയിൽ ഹാജരാക്കി. ഇയാളുടെ കൂടെയുണ്ടായ മറ്റ് 2 പ്രതികൾക്കായി പോലീസ് അന്വേഷണം ഊർജിതമാക്കി. സംസ്ഥാനത്ത് തന്നെ സമീപകാലത്ത് നടന്ന വലിയ ലഹരി മരുന്ന് വേട്ടയാണ് മലയോരത്ത് ഞായറാഴ്ച നടന്നത്. കാസർഗോഡ് ജില്ലാ പോലീസ് മേധാവിയുടെ പ്രത്യേക സ്ക്വാഡ് അംഗങ്ങളാണ് 1 കിൻഡലിലേറെ വരുന്ന കഞ്ചാവ് വേട്ടയ്ക്ക് നേതൃത്വം നൽകിയത്. ലഹരി മരുന്നുകൾ നാട്ടിൽ വ്യാപകമാകുന്നതിന്റെ സൂചനകളാണ് ഇത്തരത്തിലുള്ള കഞ്ചാവ് വേട്ടകൾ വിരൽ ചൂണ്ടുന്നത്. പൊതുവെ ശാന്തമായ മലയോരമൊന്നാകെ കഞ്ചാവ് വേട്ടയുടെ വിവരമറിഞ്ഞ് നടുങ്ങിയിരിക്കുകയാണ്. നിരവധി പേർ സ്ഥലത്ത് തടിച്ചുകൂടി. കുന്നുംകൈ പൂങ്ങോട് റൂട്ടിൽ ഇന്നോവയിൽ കടത്തുകയായിരുന്ന 112 കിലോയോളം വരുന്ന കഞ്ചാവാണ് പിടികൂടിയത്. കാറിന്റെ പിൻസീറ്റിന് മുകളിൽ പാക്കറ്റുകളിലാണ് കഞ്ചാവ് സൂക്ഷിച്ചിരുന്നത്. 3 പേരടങ്ങുന്ന സംഘമാണ് ഇതിലുണ്ടായിരുന്നത്. 8 കിലോയ്ക്ക് 8000 രൂപ കൊടുത്താണ് ഇത് ആന്ധ്രയിൽ നിന്നും ഒഡീഷയിൽ നിന്നും ഇവർ വാങ്ങുന്നതെന്ന് പോലീസ് പിടികൂടിയ പ്രതി നൌഫൽ പോലീസിനോട് പറഞ്ഞു. ഏകദേശം 3 മാസക്കാലമായി ഇവർ ഇത്തരത്തിൽ അന്യസംസ്ഥാനങ്ങളിൽ നിന്നും കേരളത്തിലേക്ക് കഞ്ചാവ് കടത്തി വരുന്നു. പാർസൽ സാധനങ്ങൾ കൊണ്ടുവരുന്ന രീതിയിലാണ് ഇവർ കഞ്ചാവ് കടത്തി വരുന്നത്. കടത്തിക്കൊണ്ടുവരുന്ന കഞ്ചാവ് 2 കിലോവിന് 15,000-ലേറെ രൂപയ്ക്കാണ് വിതരണം ചെയ്യുന്നതെന്നും ഇവർ പോലീസിനോട് പറഞ്ഞു. കുമ്പള, മഞ്ചേശ്വരം തുടങ്ങി ജില്ലയുടെ വടക്കൻ മേഖലകളിലാണ് കഞ്ചാവ് മാഫിയ വിഹരിക്കുന്നത്. മംഗളൂർ വിമാനത്താവളവും കണ്ണൂർ വിമാനത്താവളവും അടുത്തടുത്തായതിനാൽ ഗൾഫിലേക്ക് കടത്താൻ കൂടുതൽ സൗകര്യമുള്ളതുകൊണ്ട് തന്നെ ഈ മേഖലയിൽ ഇത്തരം കഞ്ചാവ് മാഫിയ വളരുന്നുണ്ടെന്നും നാട്ടുകാർ പറയുന്നു. വിവിധയിടങ്ങളിൽ പ്രവർത്തിക്കുന്ന ഏജന്റുമാർ റോഡ്, റെയിൽ മാർഗം കൈമാറ്റം ചെയ്താണ് ഇവിടെ എത്തിക്കുന്നത്. ബാംഗ്ലൂർ, മംഗലാപുരം നഗരങ്ങളിലെ ഏജന്റുമാർ വഴിയാണ് ഇത്തരം ഇടപാടുകൾ കേരളത്തിൽ പിടിമുറുക്കുന്നതെന്നും പോലീസ് പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, ചെറുപുഴ. മലയോരത്ത് കഞ്ചാവ് വിൽപ്പന വ്യാപകമാണെന്നത് സാധൂകരിക്കത്തക്ക സംഭവമാണ് കഴിഞ്ഞ ദിവസം കുന്നുംകൈ പുങ്ങോട് നിന്നും പിടിച്ചെടുത്ത 112 കിലോയോളം കഞ്ചാവ് വേട്ടയിൽ നിന്നും തെളിയുന്നത്. ആന്ധ്രാപ്രദേശിൽ നിന്നും കടത്തിക്കൊണ്ടുവരുന്ന ഇത് വാങ്ങാനും വിൽപ്പന നടത്താനും നിരവധി ഏജന്റുമാർ മലയോരത്തുണ്ടെന്നാണ് ഇയാളെ ചോദ്യം ചെയ്തതിൽ നിന്നും മനസ്സിലായതായും പോലീസ് അറിയിച്ചു. സ്കൂൾ വിദ്യാർത്ഥികൾ മുതൽ ഇതര സംസ്ഥാന തൊഴിലാളികൾ വരെ ഇക്കൂട്ടത്തിൽ പെടുമെന്നാണ് അറിവ്. ഇവർ ലക്ഷ്യം വയ്ക്കുന്നതും വിദ്യാർത്ഥികളെയും ഇതര സംസ്ഥാനക്കാരെയുമാണ്. പരീക്ഷാ സമയം വന്നെടുക്കുന്നതോടെ ഇവ കൂടുതലായി വിറ്റഴിക്കുവാനുള്ള ശ്രമവും ഊർജിതമാണ്. ഇടനിലക്കാരിൽ നിന്നും കഞ്ചാവ് വാങ്ങി ചെറുപൊതികളായും ബീഡികളിൽ നിറച്ചുമാണത്രേ വിൽപ്പന നടത്തുന്നത്. ഒരു ബീഡിക്ക് 100 രൂപ മുതൽ 200 രൂപ വരെ വാങ്ങാറുണ്ടത്രേ. തുടക്കക്കാർക്ക് ചെറിയ പൈസയ്ക്കും സൗജന്യമായും നൽകി ഇതിന് അടിമയാക്കിയതിനു ശേഷം വില കൂട്ടി വിൽപ്പന നടത്തുകയാണ് ചെയ്യാറ്. മലയോരത്തെ മിക്കവാറും എല്ലാ സ്കൂൾ, കോളേജ് പരിസരങ്ങളിലും കഞ്ചാവ് വിൽപ്പന സജീവമാണെന്നാണ് അറിവ്. ബസ് സ്റ്റാൻഡിന് സമീപത്തുള്ള ആളൊഴിഞ്ഞ സ്ഥലങ്ങളിലും
പുഴയോരങ്ങളിലും പെട്ടിക്കടകളിലും കഞ്ചാവ് സുലഭമായി ലഭിക്കുന്നുണ്ട്. 1/2 കിലോയ്ക്ക് താഴെ തൂക്കത്തിൽ കഞ്ചാവ് പിടിച്ചാൽ ഉടൻ ജാമ്യം കിട്ടുമെന്നതിനാൽ അധികം ഭയപ്പാടിന്റെ കാര്യമില്ലാത്തതിനാൽ വിൽപ്പന തകൃതിയായി നടന്നുവരികയാണ്. ഇതുകൂടാതെ മറ്റ് നിരോധിത പുകയില ഉൽപ്പന്നങ്ങളും നാട്ടിൽ സുലഭമാണ്. ഈ ലഹരി വിളയാട്ടത്തിന് ഒരറുതി വരുത്തിയില്ലെങ്കിൽ യുവതലമുറ എന്താകുമെന്ന് നാം ആശങ്കയോടെ കാണണം. ന്യൂസ് ബ്യൂറോ, ചെറുപുഴ. കോൺഗ്രസിനെ തകർക്കണമെന്ന് ഒരേ ലക്ഷ്യവുമായി പ്രവർത്തിക്കുന്ന നരേന്ദ്രമോദിക്കും പിണറായി വിജയനുമുള്ള തിരിച്ചടിയാകണം വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പെന്ന് കോൺഗ്രസ് പ്രവർത്തക സമിതി അംഗം AK ആന്റണി. KPCC പ്രസിഡന്റ് മുല്ലപ്പള്ളി രാമചന്ദ്രൻ നയിക്കുന്ന ജനമഹായാത്ര ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വരാൻ പോകുന്ന പാർലമെന്റ് തെരഞ്ഞെടുപ്പ് ജനാധിപത്യ മൂല്യങ്ങളെയും ഭരണഘടനയും സംരക്ഷിക്കാൻ വേണ്ടിയുള്ളതാണെന്ന് AK ആന്റണി ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു. ഇന്ത്യ കാണാൻ പോകുന്ന 2ാം കുരുക്ഷേത്ര യുദ്ധമാണ് 2019 തെരഞ്ഞെടുപ്പ്. ജനങ്ങളെ മറന്നും ജാതീയമായി ഭിന്നിപ്പിച്ചും ഭരിക്കുന്ന പ്രധാനമന്ത്രി മോദിക്കും മുഖ്യമന്ത്രി പിണറായി വിജയനുമുള്ള ഷോക്ക് ട്രീറ്റ്മെന്റ് ആവണം തെരഞ്ഞെടുപ്പ് ഫലം. മോദി ഭരണത്തിൽ കർഷകർ, ചെറുപ്പക്കാർ തുടങ്ങി എല്ലാവരും ദുരിതത്തിലാണ്. കർഷകരുടെ ആത്മഹത്യ സർവകാല റെക്കോർഡിലെത്തി. കഴിഞ്ഞ 45 വർഷത്തിനിടയിൽ ഏറ്റവും വലിയ തൊഴിലില്ലായ്മയാണ് മോദി ഭരണത്തിൽ രാജ്യത്തുണ്ടായിരിക്കുന്നത്. ഇത് സംഘർഷത്തിലേക്ക് നയിക്കും. കോൺഗ്രസിനെ ദേശസ്നേഹം പഠിപ്പിക്കാൻ മോദി വളർന്നിട്ടില്ല. BJPയെ പരാജയപ്പെടുത്തുവാനും ഭരണത്തിൽ നിന്ന് പുറത്താക്കാനും കേരളത്തിൽ മാത്രമുള്ള CPMന് കഴിയില്ല. അതിന് കഴിവുള്ള പാർട്ടി കോൺഗ്രസ് ആണ്. അതിനാൽ കോൺഗ്രസിനെ കേരളത്തിലും രാജ്യത്ത് വിജയിപ്പിച്ച് അധികാരത്തിൽ കൊണ്ടുവരേണ്ടത് ഓരോ പൗരന്റെയും കടമയാണ്. കോൺഗ്രസിന്റെ സീറ്റ് കുറയ്ക്കുക എന്ന ലക്ഷ്യമാണ് BJPക്കും CPMനുമുള്ളതെന്ന് AK ആന്റണി പറഞ്ഞു. ഒരേ ഒരു പോംവഴി മാത്രമേ ഉള്ളൂ, ഒറ്റ മാർഗം മാത്രമേ ഉള്ളൂ. RSS നിയന്ത്രിക്കുന്ന നരേന്ദ്രമോദിയുടെ സർക്കാരിനെ താഴെ ഇറക്കണം, അന്ത്യം കുറിക്കണം. മറ്റു മാർഗമില്ല. അതിൻ്റെ കൂടെ കേരളത്തിൽ മറ്റൊരു ലക്ഷ്യം കൂടിയുണ്ട്. പ്രളയം മൂലം തകർന്ന കേരളം, അന്ന് കണ്ട ജനകീയ ഐക്യം, അതിനുശേഷം ഒരു പുതിയ കേരളത്തെ കെട്ടിപ്പടുക്കുന്നതിന് പകരം കേരളത്തെ ജനങ്ങളെ ജാതിയുടെയും മതത്തിൻ്റെയും പേരിൽ ഭിന്നിപ്പിച്ച് ബ്രിട്ടീഷുകാർ ഉപയോഗിച്ചുകൊണ്ട് കേരളത്തിൽ നിലനിന്നിരുന്ന സാമൂഹികമായ ഐക്യമാണ് മതിൽക്കെട്ടി പിണറായി വിജയൻ തകർത്തത്. KPCC പ്രസിഡന്റ് മുല്ലപ്പള്ളി രാമചന്ദ്രൻ ഉദ്ഘാടന ചടങ്ങിൽ പറഞ്ഞു. നാടിന്റെ നൂറ്റാണ്ടുകൾ പഴക്കമുള്ള പൈതൃകം മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് ജനം ആഗ്രഹിക്കുന്നു. അത് തകർക്കാനാണ് പിണറായി ശ്രമിക്കുന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. 4 വർഷം ഇന്ത്യ ഭരിച്ച പ്രധാനമന്ത്രി മോദി ഒരു വർഗീയ കോമരമായി മാറിയെന്ന് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല പറഞ്ഞു. ജനം പ്രതീക്ഷയർപ്പിക്കുന്നത് രാഹുൽ ഗാന്ധിയിലാണ്. വാഗ്ദാന പെരുമഴ നൽകി പറ്റിച്ചവരാണ് മോദിയും പിണറായി വിജയനും. കേരളത്തിൽ കോൺഗ്രസിനെ പരാജയപ്പെടുത്തി ഡൽഹിയിൽ കോൺഗ്രസിനെ പിന്തുണയ്ക്കാമെന്ന് മുഖ്യമന്ത്രി പറയുന്നത് തമാശയാണ്. മതന്യൂനപക്ഷങ്ങൾ പരിഭ്രാന്തിയിലാണ്. അവരെ മോദിയും കൂട്ടരും വേട്ടയാടുന്നു. ഭരണഘടനാ മൂല്യങ്ങളെ ചവിട്ടിമെതിച്ച് പ്രധാനമന്ത്രി RSS അജണ്ട നടപ്പിലാക്കുകയാണ്. ഇവിടെ നിലംപരിശാക്കാൻ കേൾപ്പുള്ള പ്രസ്ഥാനം കോൺഗ്രസ് ആണ്. പ്രവർത്തന ശൈലിയിൽ മോദിയും പിണറായിയും തമ്മിൽ ഒരു അന്തരവുമില്ലെന്നും ചെന്നിത്തല കൂട്ടിച്ചേർത്തു. ജനദ്രോഹ സർക്കാരുകൾക്കെതിരായ വികാരം പ്രകടമാകുന്ന തെരഞ്ഞെടുപ്പായിരിക്കും വരാൻ പോകുന്നത് ഉമ്മൻചാണ്ടി അഭിപ്രായപ്പെട്ടു. ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ച് വഞ്ചിക്കുന്ന ഭരണാധികാരിയാണ് മോദിയും പിണറായിയുമെന്നും ഉമ്മൻചാണ്ടി പറഞ്ഞു. യാത്ര ഫെബ്രുവരി 4 രാവിലെ ഉദുമയിൽ നിന്നും പര്യടനം തുടങ്ങി. തൃക്കരിപ്പൂരിലെ സ്വീകരണത്തിന് ശേഷം കണ്ണൂർ ജില്ലയിൽ പ്രവേശിക്കും. സമ്മേളനത്തിൽ KPCC വർക്കിംഗ് പ്രസിഡന്റ് K സുധാകരൻ അധ്യക്ഷത വഹിച്ചു. മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി, പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല, AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ, കൊടിക്കുന്നിൽ സുരേഷ്, PC വിഷ്ണുനാഥ്, UDF നേതാക്കളായ PC ജോൺ, ഷിബു ബേബി ജോൺ, ജോണി നെല്ലൂർ, CT അഹമ്മദ് അലി, MLAമാരായ KC ജോസഫ്, PT തോമസ്, അൻവർ സാദത്ത്, KS ശബരിനാഥ്, NA നെല്ലിക്കുന്ന്, ജാഥ കോർഡിനേറ്റർ ബെന്നി ബഹനാൻ, MM ഹസൻ, KP കുഞ്ഞിക്കണ്ണൻ തുടങ്ങിയവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, തൃക്കരിപ്പൂർ. KPCC പ്രസിഡന്റ് മുല്ലപ്പള്ളി രാമചന്ദ്രൻ നയിക്കുന്ന ജനമഹായാത്ര കാസർഗോഡ് ജില്ലാതല സമാപനം തൃക്കരിപ്പൂരിൽ നടന്നു. പ്രതീകാത്മകമായി ഗാന്ധിവധം ചിത്രീകരിച്ച സംഘപരിവാർ ശക്തികൾക്കെതിരെ ആഞ്ഞടിച്ച് ജാഥ നായകൻ. ഗാന്ധി മതത്തിന്റെ പുനരാവിഷ്കാരമാണ് എന്ന് പറഞ്ഞാൽ ലോകത്തിൽ ഏതെങ്കിലും ഒരു രാജ്യത്ത് ആ രാജ്യത്തിന്റെ രാഷ്ട്രപിതാവിനെ കൊന്നത് പുനരാവിഷ്കരിക്കപ്പെട്ടിട്ടുണ്ടോ? 2, ലോകത്തിലെ ഏതെങ്കിലും ഒരു രാജ്യത്ത് ആ രാജ്യത്തിലെ രാഷ്ട്രപിതാവിനെ കൊന്നവർ ആദരിക്കപ്പെട്ടിട്ടുണ്ടോ? 3, ലോകത്തിലെ ഏതെങ്കിലും ഒരു രാജ്യത്ത് ആ രാജ്യത്തിന്റെ രാഷ്ട്രപിതാവിനെ കൊന്നവർ രാഷ്ട്രീയ അധികാരം നേടിയിട്ടുണ്ടോ?
4 ലോകത്തിലേതെങ്കിലും രാജ്യത്ത് ആ രാജ്യത്തിലെ രാഷ്ട്രപിതാവിനെ കൊന്നവർക്ക് ഊർജം പകർന്നവരുടെ പടം ആ രാജ്യത്തിലെ പാർലമെന്റിൽ നിങ്ങൾക്ക് കാണിച്ചു തരാൻ കഴിയുമോ? ഇന്ത്യയിലല്ലാതെ മറ്റൊരിടത്തും രാഷ്ട്രപിതാവിന്റെ കൊലപാതകം പുനരാവിഷ്കരിക്കപ്പെടുകയോ കുറ്റവാളികൾ ആദരിക്കപ്പെടുകയോ ഇല്ല എന്ന് ഉദ്ഘാടന പ്രസംഗത്തിൽ KEN പറഞ്ഞു. ഗാന്ധിജിക്ക് തുല്യം സവർക്കറും ആദരിക്കപ്പെട്ടു. ഇന്ത്യ ഒഴികെ മറ്റൊരു രാജ്യത്തും ഇത് സാധ്യവുമല്ല. സ്വയം അറിയുകയും നിർവൃതിയിലെത്തുകയും ചെയ്യുന്ന നാമജപം അലർച്ചയും മുദ്രാവാക്യവും കൊലവിളിയുമായി മാറിയതും ഇതേ ഫാസിസ്റ്റ് രാഷ്ട്രീയത്തിന്റെ മറ്റൊരു മുഖമാണെന്നും KEN കൂട്ടിച്ചേർത്തു. പ്രകൃതി, ലിംഗനീതി, മതനിരപേക്ഷത എന്നീ മുദ്രാവാക്യങ്ങളുമായി ആരംഭിച്ച സാംസ്കാരിക യാത്രയുടെ ജില്ലാതല സമാപനത്തിൽ K. മുരളി അധ്യക്ഷനായി. പുരോഗമന കലാസാഹിത്യ സംഘത്തിന്റെ ജാഥ ലീഡർ അശോകൻ ചെരുവിലാണ്. ജാഥ മാനേജർ രവീന്ദ്രൻ കൊടക്കാട്, MLA പുരുഷൻ കടലുണ്ടി, CM വിനയചന്ദ്രൻ, PVK പനയാൽ, EP രാജഗോപാലൻ, PPK പൊതുവാൾ, ജാനമ്മ കുഞ്ഞുണ്ണി, ബഷീർ ചുങ്കത്തറ, ജയചന്ദ്രൻ കുട്ടമത്ത്, K. മുരളി തുടങ്ങി എഴുത്തുകാരും സാംസ്കാരിക സാഹിത്യ പ്രവർത്തകരും കലാകാരന്മാരും പരിപാടിയിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, തൃക്കരിപ്പൂർ. പുരോഗമന കലാസാഹിത്യ സംഘം സാംസ്കാരിക യാത്രയുടെ കാസർഗോഡ് ജില്ലാതല പര്യടനം സമാപിച്ചു. സമാപന സമ്മേളനം തൃക്കരിപ്പൂരിൽ നടന്നു. അശോകൻ ചെരുവിലിന്റെ നേതൃത്വത്തിൽ ഫെബ്രുവരി 1 മുതൽ 9 വരെയാണ് ജാഥ. ഇന്ത്യയിലല്ലാതെ മറ്റൊരു രാജ്യത്തും തങ്ങളുടെ രാഷ്ട്രപിതാവിന്റെ കൊലപാതകം പുനരാവിഷ്കരിക്കപ്പെടില്ലെന്ന് സമാപന സമ്മേളനത്തിൽ സംസാരിച്ചുകൊണ്ട് KEN കുഞ്ഞഹമ്മദ്. നടുക്കം സൃഷ്ടിച്ച എന്നത് നടുക്കം ഉണ്ടാകേണ്ടിയിരുന്ന എന്ന അർത്ഥത്തിലാണ്. ഒരു നടുക്കവും ഉണ്ടായിട്ടില്ല എന്നല്ല ഞാൻ പറയുന്നത്. ഓട്ടോറെനോ കാസ്റ്റലോയുടെ പ്രസിദ്ധമായ അരാഷ്ട്രീയ ബുദ്ധിജീവികളെ കുറിച്ചുള്ളൊരു കവിതയുണ്ട്. നിങ്ങളുടെ രാജ്യം ചെറുതും ഏകാന്തവുമായൊരു ജ്വാല പോലെ ക്രമേണ മരിച്ചുകൊണ്ടിരുന്നപ്പോൾ നിങ്ങൾ എന്തു ചെയ്തു എന്ന് ചോദിക്കപ്പെടും. നിങ്ങളുടെ ഉച്ചയൂണിന് ശേഷമുള്ള നീണ്ട പകലുറക്കത്തെപ്പറ്റി, ഇതിഹാസങ്ങളെ, പുരാണങ്ങളെപ്പറ്റി നിങ്ങൾ ചോദ്യം ചെയ്യപ്പെടില്ല. എന്നാൽ മഹാത്മാഗാന്ധിയുടെ വധം വീണ്ടും പുനരാവിഷ്കരിച്ച് മണക്കാട് നോർത്ത് AUP സ്കൂൾ ഗ്രൗണ്ടിൽ നടന്ന പരിപാടിയിൽ MV അപ്പുക്കുട്ടൻ അധ്യക്ഷനായി. ചടങ്ങിൽ വെച്ച് മികച്ച കേന്ദ്രീയ വിദ്യാലയ അധ്യാപക അവാർഡ് ജേതാവ് സന്തോഷ് കുമാർ കാനയെ അനുമോദിച്ചു. VV തങ്കമണി, സന്തോഷ് കുമാർ കാന, KP ഭരതൻ തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് കാസർഗോഡ് ജില്ലാ വനിതാ പോലീസ് അവതരിപ്പിച്ച ഞാൻ അനഘ നാടകവും അരങ്ങേറി. കേരളത്തിൽ നടന്നുവരുന്ന നാമജപ പ്രതിഷേധങ്ങളുടെ പിന്നിൽ പ്രവർത്തിക്കുന്നതും സമാന ഫാസിസ്റ്റ് രാഷ്ട്രീയമാണെന്നും KEN. സമ്മേളനത്തിൽ മുഖ്യപ്രഭാഷണം നടത്തുകയായിരുന്നു അദ്ദേഹം. ഇന്ത്യൻ ഫാസിസത്തിന്റെ തണലിലാണ് ഗാന്ധിവധം ഉൾപ്പെടെ നടത്തുന്നതെന്ന് കവി KEN കുഞ്ഞഹമ്മദ്. മഹാത്മാഗാന്ധിയുടെ വധം പുനരാവിഷ്കരിച്ചത് സനാതൻ സംഘങ്ങളുടെയും നിഴൽ സംഘങ്ങളുടെയും മറവിലാണെന്നും അദ്ദേഹം പറഞ്ഞു. പുരോഗമന കലാസാഹിത്യ സംഘം നേതൃത്വത്തിൽ നടത്തുന്ന നവകേരള സാംസ്കാരിക യാത്രയ്ക്ക് പയ്യന്നൂരിൽ നൽകിയ സ്വീകരണത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വീട് കുത്തി തുറന്ന് സ്വർണ്ണാഭരണങ്ങളും പണവും കവർന്നു. ശനിയാഴ്ച രാത്രി പടന്ന MR വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിന് സമീപത്തെ KC മുഹമ്മദ് കുഞ്ഞി ഹാജിയുടെ വീട് കുത്തി തുറന്നാണ് 25 പവനോളം സ്വർണ്ണാഭരണങ്ങളും 25,000 രൂപയും കവർച്ച ചെയ്തത്. വീട്ടുകാർ കല്യാണത്തിന് പോയി അരമണിക്കൂറിനകം തിരിച്ചെത്തിയപ്പോഴേക്കുമാണ് കവർച്ച. മോഷ്ടാക്കൾ ചിലവഴിച്ചത് വെറും 25 മിനിറ്റ് മാത്രം. വീട്ടുകാർ തിരിച്ചെത്തുമ്പോഴേക്കും വീട്ടിൽ നിന്നും ഇറങ്ങിയോടിയ മോഷ്ടാക്കളെ പിന്തുടർന്നെങ്കിലും പിടികൂടാനായില്ല. റോഡരികിൽ നിന്നും മോഷ്ടാക്കളുടേതെന്ന് കരുതുന്ന മോട്ടോർ ബൈക്കും ചെരുപ്പുകളും കണ്ടെത്തി. വീടിന്റെ മുൻവാതിൽ കുത്തിത്തുറന്നാണ് 2 മുറികളിലെ അലമാരകളിൽ സൂക്ഷിച്ചിരുന്ന ആഭരണങ്ങളും പണവും കവർന്നത്. തൊട്ടടുത്ത വീട്ടിലെ വിവാഹത്തിൽ പങ്കെടുക്കാനായി വീട്ടിലെ സ്ത്രീകൾ 8:15 പുറപ്പെട്ടിരുന്നു. അരമണിക്കൂർ കഴിഞ്ഞ് 8:45 മുഹമ്മദ് കുഞ്ഞി ഹാജി വിവാഹത്തിന് പോയത്. ആദ്യം പോയ സ്ത്രീകളുടെ സംഘം 9:10 തിരിച്ചെത്തുമ്പോഴാണ് മുൻവശത്തെ വാതിൽ തുറന്ന നിലയിൽ കണ്ടത്. സംശയം തോന്നിയ വീട്ടുകാർ ഒച്ചവെക്കുമ്പോഴേക്കും മോഷ്ടാക്കൾ ഇറങ്ങിയോടി. ബഹളം കേട്ട് സമീപവാസികൾ വന്ന് തിരച്ചിൽ നടത്തിയപ്പോൾ
വീടിന് സമീപത്തെ റോഡരികിൽ ഉപേക്ഷിച്ച നിലയിൽ ബൈക്കും തൊട്ടടുത്ത വീട്ടുപറമ്പിൽ നിന്നുമാണ് ചെരുപ്പുകളും കണ്ടെത്തിയത്. ബൈക്കിന്റെ രജിസ്ട്രേഷൻ നമ്പർ പരിശോധിച്ചപ്പോൾ ഇത് വ്യാജമാണെന്ന് കണ്ടെത്തി. നമ്പർ എറണാകുളത്തെ സ്കൂട്ടറിന്റേതാണ് കാണിക്കുന്നത്. നാടിനെ ഞെട്ടിച്ച മോഷണ വിവരം അറിഞ്ഞ് രാത്രി തന്നെ ചന്ദേര പോലീസ് SI വിപിൻ ചന്ദ്രന്റെ നേതൃത്വത്തിൽ പോലീസും നാട്ടുകാരും എത്തി. ഇന്നലെ രാത്രി ഒരു 8:45 ഞങ്ങൾ ഫാമിലി മെമ്പർമാരെല്ലാവരും കൂടിയിട്ട് ഞങ്ങളുടെ ഒരു ബന്ധു വീട്ടിൽ കല്യാണത്തിന് പോയിരുന്നു. അപ്പോൾ ഏകദേശം 9:10 എൻ്റെ വീട്ടിലെ സ്ത്രീകളൊക്കെ തിരിച്ച് വീട്ടിലെത്തി. അപ്പോൾ അവർ തിരിച്ച് വീട്ടിൽ വരുമ്പോഴാണ് ഈ വീട് ഇങ്ങനെ കുത്തിപ്പൊളിച്ചിട്ട് 2 ആൾ ഇറങ്ങി ഓടുന്നൊക്കെ ഉള്ളത്. അപ്പോൾ ആ സമയത്ത് തന്നെ എന്നെ വിളിച്ചോട്ട് ഞാൻ വന്നപ്പോഴും വീടിൻ്റെ അകത്തുള്ള 2 റൂമൊക്കെ പൊളിച്ചിട്ടുണ്ട്. അപ്പോൾ 2 റൂമിൻ്റെ അകത്തുള്ള സാധനങ്ങളെല്ലാം എടുത്തുകൊണ്ട് പോയിട്ടുണ്ട്. അതുപോലെ ഞങ്ങളൊന്ന് ഫോളോ ചെയ്യാൻ ശ്രമിച്ചെങ്കിലും ആളെ കിട്ടിയിട്ടില്ല. അപ്പോൾ അവരായിട്ടുള്ളൊരു വണ്ടിയൊക്കെ ഇവിടെ ഒഴിഞ്ഞു കിടക്കുന്നുണ്ട്. അപ്പം ആളെ കിട്ടിയിട്ടില്ല. ഇവർ അരമണിക്കൂറിൻ്റെ അടുത്ത് നടന്ന സംഭവമാണ്. അപ്പോൾ ഞങ്ങൾ അനുമാനിക്കുന്നു ഇവിടെ തന്നെയുള്ള ആരെങ്കിലുമൊക്കെ ആയിരിക്കാമെന്ന് അനുമാനിക്കുന്നു. സമീപ പ്രദേശങ്ങളിലൊക്കെ പരിശോധന നടത്തി. ബൈക്കിന് പോലീസ് കാവലേർപ്പെടുത്തിയിരുന്നു. ഞായറാഴ്ച വിരലടയാള വിദഗ്ധരും പോലീസ് ഡോഗ് സ്ക്വാഡും വന്ന് തെളിവുകൾ ശേഖരിച്ചു. ഇതിനിടെ രാത്രി 12 മണിയോടെ ടൗണിൽ സംശയകരമായി കണ്ടെത്തിയ ബൈക്ക് യാത്രികനെ യുവാക്കൾ പിന്തുടർന്നു. അതിവേഗത്തിൽ പോയ ബൈക്ക് എടച്ചാക്കായി പാലത്തിന് സമീപത്ത് നിയന്ത്രണം വിട്ടുമറിഞ്ഞു. പിന്നാലെ എത്തിയ യുവാക്കളുടെ സംഘം ബൈക്ക് ഓടിച്ചയാളെ പിടികൂടിയെങ്കിലും ഷർട്ടഴിച്ച് ഇയാൾ രക്ഷപ്പെടുകയായിരുന്നു. പടന്ന പൊറോട്ട യുവാവിന്റെ പേരിലുള്ളതാണ് ബൈക്ക്. ഇത് രാത്രി വീട്ടിലെ പോർച്ചിൽ നിർത്തിയിട്ടതായിരുന്നുവെന്നാണ് യുവാവ് പോലീസിനോട് പറഞ്ഞത്. പോലീസ് ഇതും അന്വേഷിച്ചു വരികയാണ്. ആദ്യം അവൻ കക്കാൻ ഉപയോഗിച്ച ഡ്രസ്സല്ല, പിന്നെ രണ്ടാമത് രാത്രി 1 മണിക്ക് ഏകദേശം 3 മണിക്കൂറോളം ഈ ഏരിയയിൽ ഇവിടെ തങ്ങിയിട്ടുണ്ട്. ആരും വീട്ടിലും എന്തായിട്ട് അവൻ ഫ്രഷായിട്ട് പോയിരിക്കുന്നുണ്ടാവുന്നത്. അപ്പം 100% ഇതിൻ്റെ പിന്നിൽ ഇവിടെയുള്ള ലൊക്കേഷനിൻ്റെ ആരോ കയ്യുണ്ടെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ബൈക്ക് മോഷണ ശ്രമത്തിനിടയിൽ ഉപേക്ഷിച്ചതാകാമെന്ന് കരുതുന്നു. ന്യൂസ് ബ്യൂറോ, തൃക്കരിപ്പൂർ. പുരോഗമന കലാസാഹിത്യ സംഘം സാംസ്കാരിക യാത്രയുടെ കാസർഗോഡ് ജില്ലാതല പര്യടനം സമാപിച്ചു. സമാപന സമ്മേളനം തൃക്കരിപ്പൂരിൽ നടന്നു. അശോകൻ ചെരുവിലിന്റെ നേതൃത്വത്തിൽ ഫെബ്രുവരി 1 മുതൽ 9 വരെയാണ് ജാഥ. ഇന്ത്യയിലല്ലാതെ മറ്റൊരു രാജ്യത്തും തങ്ങളുടെ രാഷ്ട്രപിതാവിന്റെ കൊലപാതകം പുനരാവിഷ്കരിക്കപ്പെടില്ലെന്ന് സമാപന സമ്മേളനത്തിൽ സംസാരിച്ചുകൊണ്ട് KEN കുഞ്ഞഹമ്മദ്. ഗാന്ധി മതത്തിന്റെ പുനരാവിഷ്കാരമാണ് എന്ന് പറഞ്ഞാൽ ലോകത്തിൽ ഏതെങ്കിലും ഒരു രാജ്യത്ത് ആ രാജ്യത്തിന്റെ രാഷ്ട്രപിതാവിനെ കൊന്നത് പുനരാവിഷ്കരിക്കപ്പെട്ടിട്ടുണ്ടോ? 2, ലോകത്തിലെ ഏതെങ്കിലും ഒരു രാജ്യത്ത് ആ രാജ്യത്തിലെ രാഷ്ട്രപിതാവിനെ കൊന്നവർ ആദരിക്കപ്പെട്ടിട്ടുണ്ടോ? 3, ലോകത്തിലെ ഏതെങ്കിലും ഒരു രാജ്യത്ത് ആ രാജ്യത്തിന്റെ രാഷ്ട്രപിതാവിനെ കൊന്നവർ രാഷ്ട്രീയ അധികാരം നേടിയിട്ടുണ്ടോ? 4, ലോകത്തിലെ ഏതെങ്കിലും രാജ്യത്ത് ആ രാജ്യത്തിലെ രാഷ്ട്രപിതാവിനെ കൊന്നവർക്ക് ഊർജം പകർന്നവരുടെ പടം ആ രാജ്യത്തിലെ പാർലമെന്റിൽ നിങ്ങൾക്ക് കാണിച്ചു തരാൻ കഴിയുമോ? ഇന്ത്യയിലല്ലാതെ മറ്റൊരിടത്തും രാഷ്ട്രപിതാവിന്റെ കൊലപാതകം പുനരാവിഷ്കരിക്കപ്പെടുകയോ കുറ്റവാളികൾ ആദരിക്കപ്പെടുകയോ ഇല്ല എന്ന് ഉദ്ഘാടന പ്രസംഗത്തിൽ KEN പറഞ്ഞു. ഗാന്ധിജിക്ക് തുല്യം സവർക്കറും ആദരിക്കപ്പെട്ടു. ഇന്ത്യ ഒഴികെ മറ്റൊരു രാജ്യത്തും ഇത് സാധ്യവുമല്ല. സ്വയം അറിയുകയും നിർവൃതിയിലെത്തുകയും ചെയ്യുന്ന നാമജപം അലർച്ചയും മുദ്രാവാക്യവും കൊലവിളിയുമായി മാറിയതും ഇതേ ഫാസിസ്റ്റ് രാഷ്ട്രീയത്തിന്റെ മറ്റൊരു മുഖമാണെന്നും KEN കൂട്ടിച്ചേർത്തു. പ്രകൃതി, ലിംഗനീതി, മതനിരപേക്ഷത എന്നീ മുദ്രാവാക്യങ്ങളുമായി ആരംഭിച്ച സാംസ്കാരിക യാത്രയുടെ ജില്ലാതല സമാപനത്തിൽ K. മുരളി അധ്യക്ഷനായി. പുരോഗമന കലാസാഹിത്യ സംഘത്തിന്റെ ജാഥാ ലീഡർ അശോകൻ ചെരുവിലാണ്. ജാഥാ മാനേജർ രവീന്ദ്രൻ കൊടക്കാട്, MLA പുരുഷൻ കടലുണ്ടി, CM വിനയചന്ദ്രൻ, PVK പനയാൽ, EP രാജഗോപാലൻ, PPK പൊതുവാൾ, ജാനമ്മ കുഞ്ഞുണ്ണി, ബഷീർ ചുങ്കത്തറ, ജയചന്ദ്രൻ കുട്ടമത്ത്, K. മുരളി തുടങ്ങി എഴുത്തുകാരും സാംസ്കാരിക സാഹിത്യ പ്രവർത്തകരും കലാകാരന്മാരും പരിപാടിയിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, തൃക്കരിപ്പൂർ. മുല്ലപ്പള്ളി രാമചന്ദ്രൻ നയിക്കുന്ന ജനമഹായാത്ര കാസർഗോഡ് ജില്ലാതല സമാപനം തൃക്കരിപ്പൂരിൽ നടന്നു. പ്രതീകാത്മകമായി ഗാന്ധിവധം ചിത്രീകരിച്ച സംഘപരിവാർ ശക്തികൾക്കെതിരെ ആഞ്ഞടിച്ച് ജാഥ നായകൻ. ജനമഹായാത്രയ്ക്ക് അതിഗംഭീരമായ സ്വീകരണമാണ് കാസർഗോഡ് ജില്ലാതിർത്തിയായ തൃക്കരിപ്പൂരിൽ നൽകിയത്. സേവാദൽ മാർച്ചും ചെണ്ടവാദ്യവും ജാഥയ്ക്ക് പകിട്ടേകി. ഘടകകക്ഷിയായ മുസ്ലിം ലീഗുകാർ കൊടിവീശിയും മുദ്രാവാക്യം വിളിച്ചും ജാഥയെ സ്വീകരിച്ചു.
സ്വീകരണ പൊതുയോഗം ആരംഭിക്കുകയാണ്. ഈ സ്വീകരണ പൊതുയോഗത്തിന് സ്വാഗതം പറയുന്നതിനായി ഈ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ വൈസ് പ്രസിഡന്റുമായ ഗാന്ധിവധം പ്രതീകാത്മകമായി ചിത്രീകരിച്ച സംഘപരിവാർ ശക്തികൾക്കെതിരെ ശക്തമായ ഭാഷയിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് ജാഥാ നായകനും KPCC പ്രസിഡന്റുമായ മുല്ലപ്പള്ളി രാമചന്ദ്രൻ തന്റെ പ്രസംഗത്തിന് തുടക്കമിട്ടത്. ഇന്ത്യ രാജ്യത്തെ സംബന്ധിച്ച് നമ്മളത് വിശകലനം ചെയ്യുമ്പോൾ ഈ രാജ്യത്തിന് സ്വാതന്ത്ര്യം നൽകാൻ ഈ നാട്ടിന്റെ മോചനത്തിന് വേണ്ടി പ്രവർത്തിച്ച രാഷ്ട്രീയ പ്രസ്ഥാനം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണെന്ന കാര്യത്തിൽ ആർക്കാണ് സംശയമുള്ളത്? ആ 133 വർഷക്കാലത്ത് ചരിത്ര പാരമ്പര്യമുള്ള കോൺഗ്രസ് ദേശീയ പ്രസ്ഥാന കാലത്ത് 10-62 വർഷക്കാലം അതിന്റെ സ്ഥാപനം മുതൽ നടത്തിയ പോരാട്ടങ്ങളെ കുറിച്ച് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അത് കഴിഞ്ഞ് സ്വതന്ത്ര ഭാരതത്തിൽ നിന്ന് നാം നേടിയെടുക്കാൻ സാധിച്ച നേട്ടങ്ങളൊക്കെ തന്നെ കോൺഗ്രസ് നേടിയ നേട്ടങ്ങളാണ്, കോൺഗ്രസ് നേടിയ വളർച്ചയാണ്, കോൺഗ്രസ് നേടിയ പുരോഗതിയാണ് എന്ന് അറിയാത്തവരായിട്ട് ആരെങ്കിലും ഉണ്ട് എന്ന് എനിക്ക് തോന്നില്ല. പക്ഷെ അതെല്ലാം തന്നെ തച്ചു തകർത്തുകൊണ്ടാണ് കഴിഞ്ഞ 4 വർഷക്കാലത്തെ ഇന്ത്യ രാജ്യം ഭരിച്ചുകൊണ്ടിരിക്കുന്ന നരേന്ദ്രമോദിയും കൂട്ടുകാരും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇന്ത്യയെ ഒരു ഹൈന്ദവ രാഷ്ട്രമായിട്ട് പരിവർത്തനപ്പെടുത്താൻ വേണ്ടിയുള്ള ശ്രമകരമായ നീക്കമാണ് അവർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ആസൂത്രിതമായിട്ടാണ് ആ ശ്രമം നടത്തിയതെന്ന കാര്യം ചരിത്രം പരിശോധിക്കുന്ന ആളുകൾക്ക് എല്ലാത്തിനും അറിയാം. അവർ ഗാന്ധി ചിത്രത്തിന് നേരെ പ്രതീകാത്മകമായി നിറയൊഴിച്ച ഓരോ വെടിയുണ്ടെയും ഈ രാജ്യത്തെ ജനാധിപത്യ മതേതരത്വ ശക്തികളുടെ നെഞ്ചിലാണ് ഏറ്റിരിക്കുന്നതെന്ന് മുല്ലപ്പള്ളി പറഞ്ഞു. ഇന്ത്യ രാജ്യത്തിന് സ്വാതന്ത്ര്യം ലഭിക്കാൻ പ്രവർത്തിച്ച ഏക രാഷ്ട്രീയ പ്രസ്ഥാനം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണെന്ന കാര്യം എല്ലാവർക്കും അറിയാം. സ്വതന്ത്ര ഭാരതം നേടിയ നേട്ടങ്ങളെല്ലാം 133 വർഷത്തെ ചരിത്ര പാരമ്പര്യമുള്ള കോൺഗ്രസിലൂടെ നേടിയതാണ്. പക്ഷേ അതെല്ലാം തച്ചു തകർത്തുകൊണ്ടാണ് കഴിഞ്ഞ 4.5 വർഷമായി നരേന്ദ്രമോദി ഭരണം നടത്തിയത്. നമ്മുടെ പൈതൃകം എന്നത് ഈ നാട്ടിലെ നാനാജാതി മതസ്ഥരെയും ഏകോദര സഹോദരങ്ങളെ പോലെ കാണാൻ സാധിക്കുന്ന സർവധർമ്മ സമഭാവനയാണ്. ഇന്ത്യയിൽ മതനിരപേക്ഷ ചിന്തകൾ ചവിട്ടി മെതിക്കപ്പെട്ടിരിക്കുന്നുവെന്നും മുല്ലപ്പള്ളി പറഞ്ഞു. ജനാധിപത്യ മതേതര ശക്തികളുടെ കൂട്ടായ്മയിൽ മാത്രമേ സംഘപരിവാർ ശക്തികളെ നിലയ്ക്ക് നിർത്താൻ സാധിക്കൂ. അതുകൊണ്ട് ആവേശമായി രാഹുൽ ഗാന്ധിയുടെ നേതൃത്വം അനിവാര്യമായിരിക്കുകയാണ്. ആറന്മുള കണ്ണാട് നൽകി നരേന്ദ്രമോദിയെ ആശംസിച്ച പിണറായി വിജയൻ ആദ്യമായി ഒപ്പിട്ട ഫയൽ ലോക്നാഥ് ബെഹ്റയെ DGP-ആയി നിയോഗിച്ചതാണ്. ഗുജറാത്ത് കലാപത്തിൽ അന്വേഷണ ചുമതല വഹിച്ച ബെഹ്റ RSS അനുകൂല നിലപാട് സ്വീകരിച്ച ഉദ്യോഗസ്ഥനാണ്. ഇത് വ്യക്തമാക്കുന്നത് എല്ലാ അർത്ഥത്തിലും BJP-യുടെയും സംഘപരിവാറിന്റെയും RSS-ന്റെയും B ടീമായി മാറുകയാണ് മുഖ്യമന്ത്രിയെന്നും മുല്ലപ്പള്ളി കുറ്റപ്പെടുത്തി. ചടങ്ങിൽ PK ഫൈസൽ സ്വാഗതം പറഞ്ഞു. KK രാജേന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. കൊടിക്കുന്നിൽ സുരേഷ്, MC ഗമറുദ്ദീൻ, ബെന്നി ബെഹനാൻ, ഷാനിമോൾ ഉസ്മാൻ, ശൂരനാട് രാജശേഖരൻ, KP അനിൽകുമാർ, VA നാരായണൻ, ലതിക സുഭാഷ്, KP കുഞ്ഞിക്കണ്ണൻ തുടങ്ങി നിരവധി സംസ്ഥാന ജില്ലാതല നേതാക്കളും ചടങ്ങിൽ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, തൃക്കരിപ്പൂർ. പുസ്തക രൂപത്തിൽ നിർമ്മിച്ച് ശ്രദ്ധ നേടിയ കാരയിൽ ലാൽ ബഹദൂർ വായനശാല ആൻഡ് ഗ്രന്ഥാലയം നാടിന് സമർപ്പിച്ചു. സാഹിത്യകാരൻ N പ്രഭാകരൻ വായനശാലയുടെ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു. കഴിഞ്ഞ അരനൂറ്റാണ്ടായി കാരയിൽ ഗ്രാമത്തിനും സമീപ പ്രദേശങ്ങൾക്കും അറിവിന്റെ വിസ്മയം സമ്മാനിച്ച കാരയിൽ വായനശാല ഗ്രന്ഥാലയം നാടിന് സമർപ്പിച്ചതും ഉത്സവ അന്തരീക്ഷത്തിൽ തന്നെ. നാസിക് ബാൻഡ് മേളത്തിന്റെയും വാദ്യമേളത്തിന്റെയും അകമ്പടിയിൽ നാടറിയിച്ച് വിളംബര ഘോഷയാത്രയായി അതിഥികളെ സ്വീകരിച്ചു. തുടർന്ന് പ്രശസ്ത സാഹിത്യകാരൻ N പ്രഭാകരൻ വായനശാലയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. ഒരുപാട് യാദൃച്ഛികതകൾ നിറഞ്ഞതാണ് ഈ ജീവിതം. എന്നെ സംബന്ധിച്ചിടത്തോളം മറ്റൊരു യാദൃച്ഛികത കൂടി ഉണ്ട്. അത് എങ്ങനെ ഒരു കാര്യം എന്തെങ്കിലും ജീവിതത്തിൽ പറയേണ്ടി വരും എന്ന് ഞാൻ വിചാരിച്ചിരുന്നില്ല. ഞാൻ ചെറിയ പ്രായം മുതൽ തന്നെ സാഹിത്യ പ്രവർത്തനം ആരംഭിച്ച ഒരാളാണ്. അന്നത്തെ കാലത്തും ഒക്കെ സാധാരണ എല്ലാ ഗ്രാമങ്ങളിലും സ്കൂളുകളിലൊക്കെ ഉണ്ടായിരുന്ന കയ്യെഴുത്ത് മാസികകൾ എൻ്റെ നാട്ടിലുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ കയ്യെഴുത്ത് മാസികകളിലൂടെ കഥകളും ലേഖനങ്ങളും
ഒക്കെ എഴുതി സാഹിത്യ പ്രവർത്തനം ആരംഭിച്ച ഒരാളാണ്. പക്ഷെ എൻ്റെ ഒരു സാഹിത്യ സൃഷ്ടി ആദ്യമായി അച്ചടി മഷി പുരളുന്നത് അന്ന് കണ്ണൂരിൽ നിന്ന് പ്രസിദ്ധീകരിച്ചിരുന്ന മൺപാത്ര തൊഴിലാളികളുടെ ഒരു യൂണിയന്റെ മാസികയായിരുന്ന ചക്രം എന്നു പേരിലൊരു മാസികയിലാണ്. ലാൽ ബഹദൂർ ശാസ്ത്രിയുടെ പ്രതിമാ അനാവരണം നഗരസഭാ അധ്യക്ഷൻ അഡ്വക്കേറ്റ് ശശി വട്ടക്കോവലും VP അപ്പുക്കുട്ട പൊതുവാൾ സ്മാരക റീഡിംഗ് റൂം ലൈബ്രറി കൗൺസിൽ ജില്ലാ സെക്രട്ടറി PK ബൈജുവും നിർവഹിച്ചു. തുടർന്ന് നടന്ന പൊതുപരിപാടിയിൽ വായനശാല പ്രസിഡന്റ് അപ്പുക്കുട്ടൻ കാരയിൽ അധ്യക്ഷനായി. കെട്ടിടം രൂപകൽപ്പനയും നിർമ്മാണവും നടത്തിയ KKR വെങ്ങര, CV ശ്രീധരൻ, O ഭാസ്കരൻ എന്നിവർക്ക് N പ്രഭാകരൻ ഉപഹാരങ്ങൾ നൽകി. A രാജലക്ഷ്മി, V രതീശൻ, M ബഷീർ, വൈക്കത്ത് നാരായണൻ, TP കുഞ്ഞിക്കണ്ണൻ തുടങ്ങി നിരവധി പേർ പരിപാടിയിൽ സംബന്ധിച്ചു. കാത്തിരിപ്പിന് വിരാമം. പയ്യന്നൂർ പൂന്തുരുത്തി മുച്ചിലോട് പെരുങ്കളിയാട്ടത്തിന് തിരിതെളിഞ്ഞു. പയ്യന്നൂർ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രം, കണ്ടോത്തിടം സോമേശ്വരി ക്ഷേത്രം എന്നിവിടങ്ങളിൽ നിന്ന് ദീപവും തിരിയും എഴുന്നള്ളിച്ചതോടെയാണ് പെരുങ്കളിയാട്ടത്തിന് തുടക്കമായത്. രാവിലെ ക്ഷേത്രം തന്ത്രി തെക്കിനിയടത്ത് തരണനെല്ലൂർ പത്മനാഭൻ ഉണ്ണി നമ്പൂതിരിപ്പാടിന്റെ മുഖ്യ കാർമ്മികത്വത്തിൽ നടന്ന മഹാഗണപതി ഹോമത്തോടെയും മൃത്യുഞ്ജയ ഹോമത്തോടെയുമാണ് ചടങ്ങുകൾ ആരംഭിച്ചത്. തുടർന്ന് അരങ്ങിലടിയന്തരത്തിന് ശേഷം പ്രതിപുരുഷന്മാരും ബാല്യക്കാരും ദീപവും തിരിക്കുമായി പയ്യന്നൂർ പെരുമാളുടെ സന്നിധിയിലേക്ക് പുറപ്പെട്ടു. പെരുമാളെ കണ്ട് പന്തൽമംഗല വിവരം നേരിട്ടറിയിച്ച മുച്ചിലോട്ട് ഭഗവതിക്ക് പെരുമാൾ വിളക്കിൽ പകരാൻ ദീപവും പന്തൽമംഗലത്തിനായി കലവറയിലേക്ക് ആവശ്യമായ വിറകുൾപ്പെടെ മുഴുവൻ വിഭവങ്ങളും നൽകി. മുച്ചിലോട്ടേക്ക് തിരിച്ചെത്തിയ സംഘം തുടർന്ന് കണ്ടോത്തിടം സോമേശ്വരി ക്ഷേത്രത്തിലേക്ക് പുറപ്പെട്ടു. യഥാവിധി ദീപവും തിരിയും വിഭവങ്ങളുമായി തിരിച്ചെത്തി പള്ളിയറകളിലും തുടർന്ന് അടുക്കളയിലെ കെടാദീപത്തിലും തിരിതെളിയിച്ചു. ശേഷം മുച്ചിലോട്ട് ഭഗവതിയുടെ പ്രതിപുരുഷനും മറ്റു പ്രതിപുരുഷന്മാരും ചേർന്ന് അടുക്കളയിലെ കുഴിയടുപ്പിൽ ദീപം പകർന്നു. ഇതോടെ അടുക്കളയും സജീവമായി. കളിയാട്ട ഭാഗമായി അരമങ്ങാനം തെക്കേക്കര തറവാട്ടിൽ നിന്നും കലവറ നിറക്കൽ ഘോഷയാത്ര നടന്നു. സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്ര പരിസരത്തു നിന്നും ആരംഭിച്ച ഘോഷയാത്ര മുച്ചിലോട്ട് സമാപിച്ചു. തുടർന്ന് പീഠം, ഓലക്കുട എന്നിവയുടെ സമർപ്പണവും നടന്നു. ന്യൂസ് ബ്യൂറോ, പയ്യന്നൂർ. പയ്യന്നൂർ പൂന്തുരുത്തി പെരുങ്കളിയാട്ടം സുവനീർ പൂന്തുരുത്തി പുറത്തിറങ്ങി. ചരിത്രകാരൻ MGS നാരായണൻ പ്രകാശനം ചെയ്തു. ചരിത്രകാരൻ MGS നാരായണനിൽ നിന്നും ആഘോഷ കമ്മിറ്റി ചെയർമാൻ HL ഹരിഹരയ്യർ സ്മരണിക ഏറ്റുവാങ്ങി. സ്മരണിക കമ്മിറ്റി ചെയർമാൻ KT സഹദുള്ള അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ പത്രാധിപർ PK സുരേഷ് കുമാർ പുസ്തകം പരിചയപ്പെടുത്തി. ഇപ്പോഴെൻ്റെ കയ്യിൽ കിട്ടിയിട്ടുള്ള സാധനം, അതിൻ്റെ കാഴ്ച മനോഹരമാണ്. അതിൻ്റെ ഉള്ളടക്കം അത്ര തന്നെ മനോഹരവും അർത്ഥഗർഭവുമായിരിക്കും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. നിങ്ങൾക്ക് എൻ്റെ നമസ്കാരം. ഈ സുവനീർ അതിൻ്റെ സന്ദേശം എല്ലാവരിലും എത്തിക്കുമെന്നും പയ്യന്നൂരിൻ്റേതായ ഉത്തര കേരളത്തിൻ്റേതായ സന്ദേശം, ചരിത്ര മുഹൂർത്തത്തിൻ്റെ സന്ദേശം എല്ലാവരും ഉൾക്കൊള്ളുമെന്നും പ്രതീക്ഷിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കട്ടെ. ചടങ്ങിന്റെ ഭാഗമായി സുവനീർ കമ്മിറ്റി ഉപന്യാസ മത്സരത്തിൽ 1ാം സ്ഥാനം നേടിയ സോന ഭാസ്കരൻ പിന്നണിയിൽ പ്രവർത്തിച്ച വ്യക്തികളെയും ഉപഹാരം നൽകി ആദരിച്ചു. ലൈല കരുണാകരൻ ഉപഹാര വിതരണം നടത്തി. വിവിധ മേഖലകളിലെ പ്രമുഖർ ചടങ്ങിൽ ആശംസയർപ്പിച്ചു. തുടർന്ന് പ്രവീണ മധുസൂദനന്റെ ശിക്ഷണത്തിൽ ക്ഷേത്രം വനിതാ കമ്മിറ്റി അവതരിപ്പിച്ച മെഗാ തിരുവാതിരയും അരങ്ങേറി. പെരുങ്കളിയാട്ടത്തിന് മുഖ്യാതിഥികളായി കല്യാൺ സഹോദരങ്ങൾ. തിങ്കളാഴ്ച രാവിലെയോടെയാണ് ഇവർ ക്ഷേത്ര ദർശനത്തിന് എത്തിയത്.
പെരുങ്കളിയാട്ട മുന്നൊരുക്ക സമയത്ത് കല്യാൺ സഹോദരങ്ങൾ പൂന്തുരുത്തി സന്ദർശിക്കുകയും പെരുങ്കളിയാട്ട സമയത്ത് ക്ഷേത്രത്തിലെത്തുമെന്ന് അറിയിക്കുകയും ചെയ്തിരുന്നു. ഇതിനെ തുടർന്നാണ് കല്യാൺ സഹോദരങ്ങളായ കല്യാണരാമനും ആനന്ദരാമനും കുടുംബവും മുച്ചിലോട്ടെത്തിയത്. രാവിലെ ഹെലികോപ്റ്റർ മാർഗം എടാട്ടെത്തിയ സംഘം 11 മണിയോടെ മുച്ചിലോട്ടെത്തി. ആഘോഷ കമ്മിറ്റി ഭാരവാഹികൾ സംഘത്തെ സ്വീകരിച്ച് ക്ഷേത്ര പ്രദക്ഷിണവും ദർശനവും നടത്തി. തുടർന്ന് ആദിത്യ മര്യാദയിൽ ലഘു വിഭവങ്ങളും കഴിച്ച് ആഘോഷത്തെക്കുറിച്ച് വിശദമായി ചോദിച്ചറിഞ്ഞ ശേഷം വൈകിട്ടോടെയാണ് സംഘം മടങ്ങിയത്. ന്യൂസ് ബ്യൂറോ, പയ്യന്നൂർ. ചരിത്രം തിരുത്തിയെഴുതാനും സാമൂഹ്യ വിപത്തായി തീർന്നിരിക്കുന്ന പ്ലാസ്റ്റിക്കിനെതിരെയും ബദൽ മാർഗം തെളിയിക്കാൻ ശ്രമിക്കുകയാണ് കൊടക്കാട് സുന്ദരനഗറിലെ ജൈവിക ഗ്രോബാഗ് നിർമ്മാണ യൂണിറ്റ്. കുടുംബശ്രീ ADS പദ്ധതിയുടെ SVEP പദ്ധതിയിൽപ്പെടുത്തിയാണ് പെൺകൂട്ടായ്മയുടെ ഈ ജൈവിക ഗ്രോബാഗ് നിർമ്മാണം. പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങൾ നമ്മളെയും ഭൂമിയെയും ഏതാണ്ട് വിഴുങ്ങിക്കഴിഞ്ഞ കാലത്താണ് ലോകത്തിനാകെ മാതൃകയായി കൊടക്കാട്ടെ ജൈവിക ഗ്രോബാഗ് യൂണിറ്റ് ശ്രദ്ധിക്കപ്പെടുന്നത്. പച്ചക്കറി നടാൻ വലിയ ഗ്രോബാഗുകൾ വലിയ വില കൊടുത്ത് വാങ്ങുമ്പോൾ ഒരിക്കൽ അത് ഉപയോഗശൂന്യമായി ഭൂമിക്കൊരു രോഗമായി മണ്ണിലേക്കെത്തുമെന്ന ഉറച്ച ബോധ്യത്തിൽ നിന്നാണ് ഈ സംഘാംഗങ്ങൾ ജൈവ ഗ്രോബാഗ് നിർമ്മാണത്തിലേക്ക് എത്തിച്ചേരുന്നത്. പല പരീക്ഷണങ്ങൾക്ക് ശേഷമാണ് ഇവർ കമുകിൻ പാളയും ചാണകവും കൊണ്ട് ഗ്രോബാഗ് നിർമ്മിച്ചത്. പച്ചക്കറികളും പൂച്ചെടികളും കമുകിൻ തൈകളും കുരുമുളക് തൈകളുമെല്ലാം ഇവരുടെ ഗ്രോബാഗുകളിൽ നിറഞ്ഞു നിൽക്കുന്നു. പ്ലാസ്റ്റിക് കവറുകൾ കീറിക്കളഞ്ഞാണ് സാധാരണ ഇത്തരം തൈകൾ നടുന്നത്. അത് ഭൂമിയെ മലിനപ്പെടുത്തുകയും ചെയ്യും. ഇതാണെങ്കിൽ ഒരു കുഴിയെടുത്ത് മൊത്തത്തിൽ കുഴിയിൽ നട്ടാൽ ചെടി വളരുകയും ഗ്രോബാഗ് ഭൂമിയിൽ അലിഞ്ഞു ചേരുകയും ചെയ്യും. ആദ്യമൊക്കെ ഗ്രോബാഗുകൾ മാത്രമാണ് നിർമ്മിച്ചു കൊടുത്തിരുന്നതെന്ന് കുടുംബശ്രീ ADS സെക്രട്ടറി M പത്മാവതി പറയുന്നു. ഈ സംരംഭം ഇത് ഇങ്ങനെ തുടങ്ങിയതിന് ശേഷം പിന്നെ നമ്മളെ വാർഡിൽ തന്നെ ഒരാൾ ഇങ്ങനെ പറഞ്ഞു, മെമ്പർ ഉദ്ഘാടനം ചെയ്യാൻ വന്നു. ഉദ്ഘാടനം ചെയ്തിട്ടാകുമ്പം പിന്നെ ചെടി എല്ലാവർക്കും ഓരോ വാർഡിലും കുടുംബശ്രീ സ്കൂളിലെ ക്ലാസ്സും വല്ല എടുക്കാൻ പോയ സമയത്ത് ഈ കാര്യം പറഞ്ഞിട്ടാകുമ്പോൾ എല്ലാവരും പരസ്യം അത് മാത്രമേ ഞങ്ങൾക്ക് ഉണ്ടായിട്ടു. അപ്പോൾ അങ്ങനെ ആ പരസ്യം ചെയ്ത് കൊടുത്തിട്ടാകുമ്പോൾ ഓരോരാളും ഞങ്ങളുടെ ഇത് ആവശ്യപ്പെടുകയും ആദ്യം ഞങ്ങൾ പാത്രം മാത്രമാണ് കൊടുത്തിട്ടുണ്ടായിന്. പാത്രം മാത്രം കൊടുത്തിട്ടാകുമ്പോൾ ചിലവർ പറഞ്ഞു അതിൽ ചെടിയും കൂടെ നട്ടി തന്നാൽ വലിയൊരു ഉപകാരമായിരിക്കും എന്ന് പറഞ്ഞു. അപ്പം നമ്മൾ ഈ ചെടീനെക്കുറിച്ച് ചെടി നട്ടിട്ട് തന്നെ കൊടുക്കാനുള്ളൊരു തീരുമാനത്തിലേക്ക് എത്തി. SVEP പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് ഈ ജൈവിക ഗ്രോബാഗ് യൂണിറ്റ് പ്രവർത്തിക്കുന്നത്. M സരോജിനി, PV വനജ, KK ശ്യാമള, പ്രിയ ഷാജി, പത്മിനി MV എന്നിവരാണ് ഇതിന്റെ പ്രവർത്തകർ. ഗ്രോബാഗ് വാങ്ങാനായി വരുന്നവരുടെ എണ്ണം കൂടിയപ്പോൾ ഉപഭോക്താക്കളുടെ അഭ്യർത്ഥന മാനിച്ചാണ് നഴ്സറി എന്ന നിലയിലേക്ക് ഇതിനെ പരിവർത്തിപ്പിച്ചത്. കമുകിൻ പാള ഉപയോഗിച്ച് ആദ്യം കുട്ടകൾ മെനഞ്ഞെടുക്കും. പിന്നീട് ചാണകം, ഉമി, വൈക്കോൽ പൊടി, ജൈവവളം എന്നിവ ചേർത്തുണ്ടാക്കുന്ന മിശ്രിതം എന്നിവ ഉപയോഗിച്ചാണ് ഗ്രോബാഗിന്റെ നിർമ്മാണം. മണ്ണിൽ നടുമ്പോൾ ചെടിയുടെ വളർച്ചയ്ക്ക് ഇതെല്ലാം സഹായകമാവുകയും ചെയ്യും. 25 രൂപയാണ് ഒരു ഗ്രോബാഗിന്റെ വില. പാള കൂടുതൽ ലഭ്യമായാൽ വില ഇനിയും കുറയും. പ്ലാസ്റ്റിക് മലിനീകരണത്തിനെതിരെ ഒരു ജൈവ ബദൽ മുന്നോട്ട് വയ്ക്കാൻ കഴിഞ്ഞതിന്റെ സന്തോഷത്തിലാണ് ഇവർ. ന്യൂസ് ബ്യൂറോ, കരിവെള്ളൂർ. ആശ്വാസവാക്കുകളുമായി രമേശ് ചെന്നിത്തല. അന്തരിച്ച കോൺഗ്രസ് നേതാവ് TV കോരന്റെ വീട്ടിലെത്തി അനുശോചനം അറിയിച്ചു. തൃക്കരിപ്പൂരിലെ കോൺഗ്രസ് നേതാവ് കഴിഞ്ഞ ദിവസം അന്തരിച്ച TV കോരന്റെ വസതിയിലെത്തിയ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല TV കോരന്റെ ഛായാചിത്രത്തിൽ പുഷ്പാർച്ചന നടത്തി. ഏറെ സമയം കുടുംബാംഗങ്ങളോടൊപ്പം ചെലവഴിച്ചു. എന്നും ഞങ്ങളൊക്കെ സ്മരിക്കുന്ന ആദരണീയനായ വ്യക്തിയാണ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ മഹത്തായ ആശയങ്ങൾ മുറുകെ പിടിക്കുന്ന കാര്യത്തിൽ വിട്ടുവീഴ്ചയില്ലാത്ത നിലപാട് സ്വീകരിച്ചിട്ടുള്ള വ്യക്തിയാണ്. തൃക്കരിപ്പൂരിലും അതോടൊപ്പം കാസർഗോഡ് ജില്ലയിലും പഴയ കണ്ണൂർ ജില്ലയിലും അദ്ദേഹത്തിൻ്റെ നാമം എല്ലാവരും എന്നും ഓർക്കുന്ന ഒന്ന് തന്നെയാണ്. ആ മഹാനായ നേതാവിൻ്റെ ഓർമ്മകൾക്ക് മുമ്പിൽ ഞാൻ ആദരാഞ്ജലികൾ. പ്രമുഖ കോൺഗ്രസ് നേതാക്കളും പാർലമെന്റ് മണ്ഡലം നിരീക്ഷകനായ KN പൗലോസും ചെന്നിത്തലയോടൊപ്പം ഉണ്ടായിരുന്നു. ന്യൂസ് ബ്യൂറോ, തൃക്കരിപ്പൂർ. കാങ്കോൽ കാളീശ്വരത്തുകാർക്ക് ശിവക്ഷേത്രത്തിന് മുന്നിൽ തണൽ വിരിച്ചു നിൽക്കുന്ന മുത്തശ്ശിമാവ് ഇന്നും അത്ഭുതമാണ്. പ്രദേശത്തെ പ്രായം ചെന്നവരോട് ചോദിച്ചാൽ അവർ പറയും അച്ഛന്റെ ചെറുപ്പത്തിലും ഈ മാവ് ഇങ്ങനെ തന്നെ ഇവിടെ ഉണ്ടായിരുന്നു എന്ന്. കാളീശ്വരത്തെ ഈ മുത്തശ്ശിമാവിന് നാവുണ്ടായിരുന്നെങ്കിൽ ഒട്ടേറെ കഥകൾ നമ്മോട് പറഞ്ഞു തന്നേനെ. പ്രദേശത്തെ വയസ്സായവർ പോലും ഈ മാവിന് നിത്യ യൗവനമാണെന്ന് സാക്ഷ്യപ്പെടുത്തുന്നു. ഈ മാവിന്റെ പഴക്കം ആർക്കും തിട്ടപ്പെടുത്താൻ കഴിഞ്ഞിട്ടില്ല. തങ്ങളുടെ നാട്ടിലെ ഒരു അത്ഭുത മരമായി ഇതിപ്പോഴും ഇതിന്റെ ചുവട്ടിലെത്തുന്നവർക്ക് തണലൊരുക്കുന്നു. തൊട്ടപ്പുറത്ത് വിദ്യാലയങ്ങളുള്ളതിനാൽ കുട്ടികൾ കളിക്കുന്നത് ഈ മാവിന്റെ തണലിലാണ്.
വൈകുന്നേരങ്ങളിൽ പ്രായമായവർ ഒത്തുകൂടി വിശേഷങ്ങൾ പങ്കുവയ്ക്കുന്നതും ഈ മാവിൻ ചോട്ടിൽ തന്നെ. പണ്ട് AKG കുടിയൊഴിപ്പിക്കലിനെതിരെ പ്രസംഗം നടത്തിയത് ഈ മാവിൻ ചോട്ടിൽ വെച്ചായിരുന്നു. സ്വാതന്ത്ര്യ സമരത്തിന്റെ മുദ്രാവാക്യങ്ങൾ ഏറെ മുഴക്കിയിട്ടുണ്ട് ഈ മാവിൻ ചോട്ടിൽ വെച്ച്. അങ്ങനെ യഥാർത്ഥത്തിൽ ഇതിൻ്റെ വയസ്സ് അറിഞ്ഞ ഒരാളും ഇല്ല. ഇങ്ങനെ അന്വേഷിച്ച് പോകുമ്പോൾ ഏകദേശം ഒരു 400 വർഷത്തെ പഴക്കമുണ്ട് എന്ന് പറയപ്പെടുന്നു. അതുമാതിരി ഒരുപാട് കുട്ടികൾക്ക് ഭക്ഷണം, അതുമാതിരി ഇരുന്നുറങ്ങാൻ ഒരുപാട് കുട്ടികൾ തന്നെത്താൻ ഉറങ്ങിപ്പോയിട്ടുണ്ട് മാവിൻ്റെ ചോട്ടിൽ. അങ്ങനെ മാവിൻ്റെ ചോട്ടിൽ ഉറങ്ങിയ ആളുകൾ എന്ന് പറഞ്ഞാൽ എണ്ണ എടുക്കാൻ പറ്റില്ല. കാരണം എന്ന് പറഞ്ഞാൽ 2 സ്കൂൾ കുട്ടികൾക്ക് കളിക്കാനില്ല ഏക സ്ഥലം ഈ മാവാണ്. ഭൂമിക്കു മുകളിൽ പരന്നു കിടക്കുന്ന മാവിന്റെ വേരുകൾക്ക് സ്വാതന്ത്ര്യ സമര പോരാളികളെയും അവരെ അറസ്റ്റ് ചെയ്ത പോലീസുകാരുടെയും എത്രയെത്ര കഥകൾ പറയുവാനുണ്ട്. കാലമേറെ കടന്നെത്തിയ ഈ മാവുമുത്തശ്ശി ഇന്ന് കാളീശ്വരക്കാരുടെ അസ്തിത്വത്തിന്റെ അടയാളം കൂടിയാണ്. ന്യൂസ് ബ്യൂറോ, കരിവെള്ളൂർ. കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് നമ്മൾ ജനങ്ങൾ ശാസ്ത്രകലാജാഥ ഫെബ്രുവരി 5-ന് ആരംഭിക്കും. ജാഥയ്ക്ക് വെള്ളൂർ സെൻട്രൽ നാടകപുരയിൽ തുടക്കം കുറിക്കും. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് KV സുമേഷ് ഉദ്ഘാടനം ചെയ്യും. പരിഷത്ത് സംസ്ഥാന പ്രസിഡന്റ് T ഗംഗാധരൻ മുഖ്യപ്രഭാഷണം നടത്തും. ഫെബ്രുവരി 15 വരെ 40 കേന്ദ്രങ്ങളിൽ പരിപാടികൾ അവതരിപ്പിക്കും. ഭരണഘടന മുന്നോട്ട് വയ്ക്കുന്ന മൂല്യങ്ങൾ മുഖ്യ പ്രമേയമായുള്ള 1 മണിക്കൂർ നാടകവും സംഗീത ശില്പങ്ങളുമാണ് കലാജാഥയിൽ ഉണ്ടാവുക. ഇന്ത്യൻ നിയമവാഴ്ചയുടെ അടിത്തറയാണ് ഭരണഘടന. ജനതയുടെ ജീവിത സംക്രമത്തിന്റെ ദിശാസൂചികയും സാമൂഹിക പുരോഗതിക്കുള്ള ഉപകരണവുമാണ് അത്. ഭരണഘടനയുടെ മൂല്യങ്ങൾ പടുത്തുയർത്തിയിരിക്കുന്നത് നീതി, സമത്വം, സ്വാതന്ത്ര്യം, സാഹോദര്യം എന്നീ തൂണുകളിലാണ്. ശാസ്ത്രബോധമുള്ള ഒരു ജനതയെ ആഗ്രഹിച്ചുകൊണ്ടാണ് നാം ഭരണഘടന രൂപപ്പെടുത്തുന്നത്. എന്നാൽ ഈ മൂല്യങ്ങൾ ഓരോന്നും ചോദ്യം ചെയ്യപ്പെടുകയാണ്. സമകാലിക സാമൂഹ്യ ഗതിവിഗതികളെ ഭരണഘടനയുടെയും മതനിരപേക്ഷതയുടെയും ലിംഗനീതിയുടെയും പശ്ചാത്തലത്തിൽ അനാവരണം ചെയ്യുന്ന കലാജാഥയുടെ രചന സുരേഷ് ബാബു ശ്രീസ്ഥ, ഗാനങ്ങൾ MM സജീന്ദ്രൻ, പ്രേംകുമാർ വടകര സംഗീതവും മനോജ് നാരായണൻ സംവിധാനവും നിർവഹിച്ചു. VK കുഞ്ഞികൃഷ്ണനാണ് മുഖ്യ പരിശീലകൻ. പ്രകാശൻ കടമ്പൂർ ക്യാപ്റ്റനും K ശാന്തമ്മ മാനേജറുമായുള്ള ജാഥയിൽ സുധീർ ബാബു കരിങ്കൽക്കുഴി, അവന്തിക സന്തോഷ്, പ്രകാശൻ തൈക്കണ്ടി, മനോജ് അഴീക്കോട്, പ്രശാന്ത് ചെറുപഴശ്ശി, ആര്യ വടക്കനിയിൽ തുടങ്ങിയവർ അംഗങ്ങളാണ്. ഈ ജാഥയുടെ ഉള്ളടക്കം എന്ന് പറയുന്നത് സമകാലീന കേരളത്തിൽ നടക്കുന്ന സംഭവവികാസങ്ങളെ ഭരണഘടനയുടെ ഒരു പശ്ചാത്തലത്തിൽ അവതരിപ്പിക്കുന്ന ഒരു 70 മിനിറ്റ് നീണ്ടു നിൽക്കുന്ന നാടകവും സംഗീത ശില്പവും ഒക്കെ ഉൾച്ചേർത്തുകൊണ്ടുള്ള ഒരു പരിപാടിയായിട്ടാണ് ഈ വർഷത്തെ കലാജാഥ ജനങ്ങളിലേക്ക് എത്തുന്നത്. ജാഥ സ്വീകരണത്തിന്റെ ഭാഗമായി ജനോത്സവങ്ങൾ നടക്കും. ആർത്തവം ക്ലാസുകൾ, ഭരണഘടനാ സംരക്ഷണ സദസ്സുകൾ, സിനിമാ പ്രദർശനം, പുസ്തക പ്രചാരണം തുടങ്ങിയ പരിപാടികളും നടക്കും. മാത്തിൽ മദർ സ്കൂൾ 2ാമത് വാർഷികാഘോഷം സമാപിച്ചു. വിദ്യാർത്ഥികളുടെ വൈവിധ്യങ്ങളായ കലാപരിപാടികളും അരങ്ങേറി. ചലച്ചിത്രതാരം സൂരജ് തേലക്കാട് ഉദ്ഘാടനം ചെയ്തു. പ്രോഗ്രാമിന് വേണ്ടി റെഡി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പാവം ആയിട്ടുള്ള ഒരു കാര്യം ആലോചിച്ചത്, ഞാൻ എല്ലാ സ്കൂളും കുട്ടികൾക്ക് ഇഷ്ടപ്പെട്ടതാണ്. ഞാൻ ഒരു കൺസിഡറേഷനിലാണ് എന്നെ വിളിക്കുക ഗസ്റ്റ് ആയിട്ട്. ഞാൻ വന്ന് പെർഫോം ചെയ്യുന്നത് കാണാൻ വേണ്ടിയിട്ടാണ് എന്നെ വിളിക്കുക. ഞാൻ പെർഫോം ചെയ്യുമ്പോൾ ഇതേപോലെ കുട്ടികളുടെ അമ്മമാർക്കുള്ളത് കാണാനുള്ള യോഗ ഉണ്ടാവുക. ആഴ്ചകളെല്ലാവരും പ്രോഗ്രാമിന് വേണ്ടിയിട്ട് പുറപ്പെടുമായിരിക്കും, അല്ലെങ്കിൽ മേക്കപ്പ്, കോസ്റ്റ്യൂം. സൂരജ് ഫേമസ് ആയി ഒരു സ്റ്റാർ ആയതിനു ശേഷം കാണാൻ തുടങ്ങിയവരാണ് നിങ്ങൾ. പക്ഷേ സൂരജ് ഒരു 8ാം ക്ലാസ് പഠിക്കുന്ന സമയത്ത് അദ്ദേഹത്തിന് ട്യൂഷൻ എടുത്തുകൊണ്ടാണ് ഞങ്ങൾ തമ്മിലുള്ള ബന്ധം ആരംഭിക്കുന്നത്. അന്ന് ഒരു ട്യൂഷൻ സെന്ററിൽ പഠിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവിടെ പഠിക്കാൻ വന്നതിന് ശേഷമാണ് ഞാൻ സൂരജുള്ള സൗഹൃദം തുടങ്ങുന്നത്. ഏകദേശം 10 വർഷത്തിലധികമായി. മാനേജർ ഡോക്ടർ ജോസഫ് മാർ തോമസ് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ കാങ്കോലാലപ്പടമ്പ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി ഉഷ മുഖ്യാതിഥിയായി. വാർഡ് മെമ്പർ സുരേഷ് ബാബു, റവറന്റ് ഫാദർ ഷിബിൻ പി ജെയിംസ്, അവന്തിക, ജയകൃഷ്ണൻ, സ്കറിയ മാമ്പുരക്കമണ്ണിൽ എന്നിവർ സംസാരിച്ചു. പ്രിൻസിപ്പൽ ജോർജ് കളയിൽ റിപ്പോർട്ട് അവതരിപ്പിച്ചു. തുടർന്ന് വിദ്യാർത്ഥികളുടെ വൈവിധ്യങ്ങളായ കലാപരിപാടികളും അരങ്ങേറി. വൈവിധ്യമാർന്ന രുചി വിഭവങ്ങളുമായി വിസ്മയം തീർക്കാൻ പയ്യന്നൂരിലും ഹെർബൽ ചിക്കൻ പ്രവർത്തനം ആരംഭിച്ചു. കളിമണ്ണിൽ പൊതിഞ്ഞ് ചുട്ടെടുക്കുന്ന ഹെർബൽ ചിക്കൻ എന്ന വിഭവം പയ്യന്നൂരുകാർക്ക് കേളോത്ത് പാസ്പോർട്ട് ഓഫീസിന് സമീപം ടേസ്റ്റി കോർണറിൽ എത്തിയാൽ ആസ്വദിച്ച് കഴിക്കാം.
മലബാർ രുചിക്കൂട്ടിൽ വ്യത്യസ്തങ്ങളും വൈവിധ്യങ്ങളുമാർന്ന രുചികളിൽ പരമ്പരാഗത മസാലക്കൂട്ടുകളുമായി പാചകക്കലയിലെ അത്ഭുതവുമായി ഹെർബൽ ചിക്കൻ തിങ്കളാഴ്ച മുതൽ പയ്യന്നൂരിലും പ്രവർത്തനം ആരംഭിച്ചു. ഫക്രുദ്ദീൻ മുഹമ്മദ് ഉദ്ഘാടനം ചെയ്തു. ഹെർബൽ ചിക്കൻ റൈസ്, ചിക്കൻ തന്തൂരി, അൽഫാം, ചിക്കൻ ഷവർമ, ചിക്കൻ തിക്ക, ചിക്കൻ സാൻഡ്വിച്ച് തുടങ്ങിയ വിഭവങ്ങളും ഇവിടെ സ്വാദിഷ്ടമായി ലഭിക്കും. എണ്ണ ഉപയോഗിക്കുന്നില്ല എന്നതുകൊണ്ട് തന്നെ ആരോഗ്യദായകവും സ്വാദിഷ്ടവും പാർശ്വഫലങ്ങൾ ഒന്നും തന്നെ ഇല്ല എന്നതാണ് ഹെർബൽ ചിക്കന്റെ ഏറ്റവും വലിയ പ്രത്യേകത. പയ്യന്നൂരിനെ സംബന്ധിച്ച് പുത്തൻ രുചിക്കൂട്ടാകും ഈ ഹെർബൽ ചിക്കൻ. ന്യൂസ് ബ്യൂറോ, പയ്യന്നൂർ. ഇനി അറിയിപ്പുകൾ. കൊക്കാനശ്ശേരി മടത്തുംപടി ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രം പ്രതിഷ്ഠാദിന മഹോത്സവം ജനുവരി 5 ചൊവ്വാഴ്ച നടക്കും. അരവഞ്ചാൽ മുസ്ലിം ജമാഅത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മുജ്ലിസുന്നൂർ സ്വലാത്ത് വാർഷികവും മതപ്രഭാഷണവും ഫെബ്രുവരി 7, 8 തീയതികളിൽ നടക്കും. കടന്നപ്പള്ളി കിഴക്കേക്കര ഹൈറേഞ്ച് ബോയ്സ് ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ 10,001, 5,001 രൂപ പ്രൈസ് മണിക്ക് വേണ്ടിയുള്ള സെവൻസ് ഫുട്ബോൾ ടൂർണമെന്റ് ഫെബ്രുവരി 23, 24 തീയതികളിൽ സംഘടിപ്പിക്കും. പങ്കെടുക്കാൻ താൽപ്പര്യമുള്ള ടീമുകൾ ഫെബ്രുവരി 20-നകം 98 47 04 96 04 95 62 56 85 28 എന്നീ നമ്പറുകളിൽ ബന്ധപ്പെടുക. രാമന്തളി ശ്രീ താമരത്തുരുത്തി കണ്ണങ്ങാട്ട് ഭഗവതി ക്ഷേത്ര കളിയാട്ട മഹോത്സവം ഫെബ്രുവരി 5 മുതൽ 8 വരെ നടക്കും. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ചിറ്റാരിക്കാൽ കുന്നുംകൈ പുങ്ങോടിൽ വൻ കഞ്ചാവ് വേട്ട. ഇന്നോവ കാറിൽ കടത്തുകയായിരുന്ന 112 കിലോ കഞ്ചാവാണ് പിടികൂടിയത്. മലയോരത്ത് കഞ്ചാവ് വിൽപ്പന വ്യാപകമാണെന്ന് ഉറപ്പിക്കുന്നതാണ് സമീപകാല സംഭവങ്ങൾ. KPCC പ്രസിഡന്റ് മുല്ലപ്പള്ളി രാമചന്ദ്രൻ നയിക്കുന്ന ജനമഹായാത്രയ്ക്ക് തുടക്കമായി. കോൺഗ്രസിനെ തകർക്കണമെന്ന് ഒരേ ലക്ഷ്യവുമായി പ്രവർത്തിക്കുന്ന നരേന്ദ്രമോദിക്കും പിണറായി വിജയനുമുള്ള തിരിച്ചടിയാകണം വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പെന്ന് യാത്ര ഉദ്ഘാടനം ചെയ്തുകൊണ്ട് AK ആന്റണി. ഇന്ത്യയിലല്ലാതെ മറ്റൊരു രാജ്യത്തും തങ്ങളുടെ രാഷ്ട്രപിതാവിന്റെ കൊലപാതകം പുനരാവിഷ്കരിക്കപ്പെടില്ലെന്ന് KEN കുഞ്ഞഹമ്മദ്. പുസ്തക രൂപത്തിൽ നിർമ്മിച്ച് ശ്രദ്ധ നേടിയ കാരയിൽ ലാൽ ബഹദൂർ വായനശാല ആൻഡ് ഗ്രന്ഥാലയം സാഹിത്യകാരൻ N. പ്രഭാകരൻ നാടിന് സമർപ്പിച്ചു. ചരിത്രം തിരുത്തിയെഴുതാനും സാമൂഹ്യ വിപത്തായി തീർന്നിരിക്കുന്ന പ്ലാസ്റ്റിക്കിനെതിരെയും ബദൽ മാർഗം തെളിയിക്കാൻ ശ്രമിക്കുകയാണ് കൊടക്കാട് സുന്ദരനഗറിലെ ജൈവിക ഗ്രോബാഗ് നിർമ്മാണ യൂണിറ്റ്. നെറ്റ്വർക്ക് വാർത്താ നേരം ഇവിടെ പൂർണ്ണമാകുന്നു. നമസ്കാരം.